കാന്താന്തോളിത ഹേമകുണ്ടലമണി ശോണപ്രഭാമണ്ഡലം കാഞ്ചീതാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം ഗരദലാലം വിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശരണം, ശ്രീ പാർത്ഥസാരഥയേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരി. ഇന്ന് നമുക്ക് 17-ാമത്തെ അധ്യായം ശ്രദ്ധാത്ര വിഭാഗ യോഗത്തിനെ പറ്റിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ 17-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ 3 തരത്തിലുള്ള ശ്രദ്ധ അഥവാ ഭക്തി വിശ്വാസം അല്ലേ നമ്മൾ അതിനെയാണ് പ്രതിപാദിക്കുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ ദൈവിക ആസുരിക ഗുണങ്ങളെ പറ്റിയിട്ട് ആണ് ഭഗവാൻ വിസ്തരിച്ചത്. അത് കേട്ടപ്പോൾ ആ ഗുണങ്ങൾക്ക് അധീനമായിട്ടുള്ള ഭക്തി വിശ്വാസ ശ്രദ്ധകളെ, അതിലടിസ്ഥാനമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുന്നവരുടെ മനസ്ഥിതി എന്തായിരിക്കും എന്ന് അർജുനൊരു ഉത്കണ്ഠ തോന്നി. അപ്പം അത് ഭഗവാനോട് ചോദിക്കും. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിത തേഷാം നിഷ്ഠാതുകാ കൃഷ്ണ സത്വമാഹോ രജസ്തമ. അർജുനൻ ചോദിക്കുകയാണ്. അർജുന ഉവാച ഹേ കൃഷ്ണ, യേ ശാസ്ത്രവിധിമുത്സൃജ്യം, യേ ആരൊക്കെയാണോ, ഏതവരൊക്കെയാണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള വിധികളെ ഉപേക്ഷിച്ചിട്ട്, ഉത്സൃജ്യ എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചിട്ട്, തൂ ശ്രദ്ധയാ അന്വിത, ശ്രദ്ധയോട് കൂടിയിട്ട്, നല്ല ശ്രദ്ധ ഉണ്ട് പക്ഷെ ശാസ്ത്രമൊന്നും അവർക്ക് അറിയില്ല, നല്ല ശ്രദ്ധ ഉണ്ട്, വിശ്വാസവും ഭക്തിയോട് കൂടിയിട്ട് യജന്തെ, യജിക്കുക എന്ന് പറഞ്ഞെങ്കിൽ യജ്ഞം മുതൽക്ക് നാമജപം വരെയുള്ള എന്തിനും നമ്മൾ യജനം എന്ന ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും യജ്ഞം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ആരാണോ ആ യജിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആരാധിക്കുക അവനവൻ്റെ പാരമ്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ട് ആരാണോ യജിക്കണത്, യജ്ഞം മുതൽക്ക് ഏത് തരം ആരാധന വേണമെങ്കിൽ നമുക്ക് പറയാം. തേഷാം നിഷ്ഠാക്ക, അവരുടെ നിഷ്ഠ, അവരുടെ ആ നിഷ്ഠ അല്ലേ, ഒന്നിലെ വിശ്വാസം, ആ നിഷ്ഠയോട് കൂടി ചെയ്യൽ അതെന്താണ്, സത്വമാണോ, സത്വം രജ അഹോത്തമ, അത് സത്വഗുണമാണോ രജോ ഗുണമാണോ അഥവാ തമോ ഗുണമാണോ എന്നാണ് അർജുനന്റെ സംശയം. ഭഗവാനോട് ചോദിക്കുകയാണ്, അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ ശ്രീകൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയ്ക്കനുസരിച്ചിട്ട് ഭക്തിക്കനുസരിച്ചിട്ട് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? അത് സത്വഗുണമാണോ രജോ ഗുണമായി പരിണമിക്കുമോ അതോ തമോ ഗുണമാണോ? ഇതിൽ ഏതാണ് ആ ക്രിയകളുടെ അടിസ്ഥാനം എന്നാണ് ചോദിക്കേണ്ടത്. അതിന് ഭഗവാൻ ഉത്തരമായിട്ട് പറയാണ്. ശ്രീ ഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധാ ദേഹിനാം സാ സ്വഭാവജ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു. അതിന് ഭഗവാൻ ഉത്തരമായിട്ട് പറയാണ്, ദേഹിനാം സാ സ്വഭാവജ, ദേഹികൾ എന്ന് പറഞ്ഞാൽ ദേഹധാരികളായിട്ടുള്ള മനുഷ്യരാണല്ലോ ആരാധന ചെയ്യുള്ളൂ, അല്ലാണ്ട് ദേഹധാരികളായിട്ടുള്ള മറ്റുള്ള ജീവജാലങ്ങൾക്ക് ആരാധിക്കാൻ അറിയില്ല അല്ലേ. അവർക്ക് അവരുടെ സഹജ സ്വഭാവമായിട്ടുള്ള ആ ഭൗതിക ജീവിതത്തിനെ അറിയുള്ളൂ. മനുഷ്യർക്ക് മാത്രമാണ് ആധ്യാത്മിക ജീവിതത്തിനെ പറ്റി അറിയുള്ളൂ. അപ്പം അവരുടെ ആ മനുഷ്യ ദേഹധാരികളായിട്ടുള്ളവർക്ക് സാ സ്വഭാവജ, അവരവരുടെ സ്വഭാവത്തിന് അനുസൃതമായിട്ടുള്ള ശ്രദ്ധ ത്രിവിധ ഭവതി, അവരുടെ ശ്രദ്ധ അവരുടെ ഭക്തി വിശ്വാസങ്ങളെ 3 വിധത്തിലായിട്ട് ഭവിക്കണു. സാത്വികി രാജസി താമസീച്ച, അത് സാത്വികിയായിരിക്കാം, രാജസിയായിരിക്കാം, താമസിയായിരിക്കാം. അവരുടെ സഹജ സ്വഭാവമാണ്, അവരുടെ ജന്മനാ ഉള്ള സ്വഭാവമാണത്. അപ്പം അത് ആ ഗുണങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കാം താം, അതിനെ ആ ശ്രദ്ധയെ ശൃണു, അതിനെപ്പറ്റി നീ കേട്ടുകൊള്ളുക എന്നാണ് ഭഗവാൻ പറയണത്. ഇപ്പോൾ ഭഗവാൻ പറയാണ്, ശരീരസ്ഥനായിട്ടുള്ള അഥവാ ഒരു മനുഷ്യ ശരീരത്തിൽ ഉള്ള ജീവാത്മാവിൻ്റെ പൂർവാർജിതമായിട്ടുള്ള പ്രകൃതി ഗുണങ്ങൾ. അപ്പം ഈ ജന്മത്തിൽ നമ്മൾക്ക് എന്തിലേക്കാണോ നമ്മുടെ മനസ്സ് പോണത്, ഇതൊന്നും നമുക്ക് പൂർവ്വജന്മത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ സ്വഭാവം കണ്ടാൽ ഈ കുട്ടി പൂർവ്വജന്മത്തിൽ ഏത് തരക്കാരനായിരുന്നു അല്ലെ, ഓരോ വ്യക്തിയുടെ പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ കുറച്ചായിട്ട് അതിനെ അഭ്യസിപ്പിച്ചിട്ട്, അഭ്യാസം ചെയ്യുന്നത് കൗന്ദയ,
എന്നുള്ള ഭഗവാൻ പറഞ്ഞു അല്ലേ. അഭ്യസിപ്പിക്കാം, മനസ്സിനെ നമ്മൾ അതിനെ ശീലിപ്പിച്ചാലും കുറേ വ്യത്യാസം വരും. ആ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കർമ്മങ്ങളാണ് ആ സഹജ സ്വഭാവമായിട്ട് വ്യക്തി ചെയ്യുക. പിന്നെ കുറേയൊക്കെ പാരമ്പര്യത്തിൻ്റെയും ഉണ്ടാവും. അപ്പം അങ്ങനെ പൂർവാർജിതമായിട്ടുള്ള പൂർവ്വജന്മങ്ങളിൽ ആർജിച്ചിട്ടുള്ള പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ വിശ്വാസം സാത്വികമായിരിക്കാം, രാജസികമായിരിക്കാം, ആയിട്ടോ ഭവിക്കാം. ഇതിനെപ്പറ്റി ഇനി വ്യക്തമായിട്ട് കേട്ടോളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത, ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സ. ഹേ ഭാരത, ഹേ ഭരതവംശിയായിട്ടുള്ള അർജുന, സർവസ്യ എല്ലാവർക്കും, സത്വാനുരൂപ ശ്രദ്ധ ഭവതി, സത്വാനുരൂപ സ്വന്തം സ്വഭാവത്തിനനുസരിച്ചിട്ട് ആ സഹജ ജന്മവാസനയ്ക്ക് അനുസരിച്ചിട്ടുള്ള വിശ്വാസം, ശ്രദ്ധാഭവതി, അവർക്ക് ആ വിശ്വാസം വരണം, അവരുടെ മനസ്സിൽ ആ വിശ്വാസവും. പലരെയും മാറ്റാനൊന്നും പറ്റില്ല, അവരതമ്മിൽ പിടിച്ചു നിൽക്കും. അവരുടെ സ്വഭാവം അതാണ്, എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് കാര്യമില്ല. അപ്പം അങ്ങനത്തെ ആ ശ്രദ്ധ അവരുടെ ഉള്ളിൽ സഹജമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. കാരണം അവരാ സ്വഭാവക്കാരാണ്. അനേകം പൂർവ്വജന്മങ്ങളിലും അതിനെ തുടർന്ന് അവർ കൊണ്ടുവരികയാണ്. അയം പുരുഷ, ഈ പുരുഷൻ അഥവാ ഈ പുരത്തിലെ ഈ ശരീരത്തിൽ വസിക്കുന്ന ജീവാത്മാവ് ശ്രദ്ധാമയനാണ് അഥവാ വിശ്വാസമുള്ളവനാണ്. സത്വരജ തമോ ശ്രദ്ധയോട് കൂടിയവനാണ്. ഏതെങ്കിലും 3 ഗുണങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒന്നതിൽ മുന്നിട്ട് നിൽക്കും. അതായിരിക്കും കൂടുതൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ തെളിഞ്ഞ് കാണുക. അപ്പം ഒന്നുകൊണ്ട് അത് സത്വഗുണിയായിരിക്കാം, രജോ ഗുണിയായിരിക്കാം, തമോ ഗുണിയായിരിക്കാം. ഈ 3 ഗുണങ്ങളും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുണ്ട്, എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മനുഷ്യരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതിനെ ഒന്നിൽ അവരുടെ ആ സ്വഭാവം കൂടുതൽ പ്രകടമാവും. അത്തരം ശ്രദ്ധാമയ ആ വിശ്വാസമുള്ളവനാണ് യാതൊരു വ്യക്തിയാണോ ശ്രദ്ധ ഏവ ആ വ്യക്തി, ആ ശ്രദ്ധ യാതൊരു വിധത്തിലുള്ള വിശ്വാസത്തു കൂടിയവനാണോ അതുപോലെ തന്നെ ആയിത്തീരുന്നു. ചില വ്യക്തികൾ കാണാം, പാരമ്പര്യമായിട്ട് അവരുടെ സ്വഭാവം ആ വീട്ടിൽ ചിലപ്പോൾ സത്വഗുണിയാവും, പക്ഷെ അവിടെ ഒരു രജോ ഗുണിയോ തമോ ഗുണി ജന്മെടുക്കും. അപ്പോൾ ആ സത്വഗുണത്തിൽ അതിന് താല്പര്യം ഉണ്ടാവില്ല. അതായത് ആ സത്വഗുണത്തിന് യോജിക്കാത്ത പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ചില വീട്ടുകളിൽ രജോ ഗുണിയായിരിക്കും അവർ, പക്ഷെ ആ വ്യക്തി പൂർണ്ണമായിട്ട് സത്വഗുണിയായിരിക്കും. രജോ ഗുണിയായ ആൾക്കാരൊക്കെ മാംസങ്ങളൊക്കെ ഭക്ഷിക്കും അല്ലേ, ചിലപ്പോൾ മദ്യപാനം ചെയ്യും, പുകവലിക്കും. പക്ഷെ ആ വ്യക്തി അതിലേക്കൊന്നും തിരിഞ്ഞു നോക്ക് പോലും ഇല്ല. അവർക്ക് അതിനോടൊക്കെ അവർക്ക് വളരെയധികം അകൽച്ചയും വെറുപ്പുമാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതി ഗുണങ്ങൾ അഥവാ പൂർവ്വജന്മങ്ങളിൽ നേടിയിട്ടുള്ള ആ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഹേ ഭരതവംശിയായിട്ടുള്ള അർജുന, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കണം. തങ്ങളുടെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള അതിനെ വീണ്ടും കൂടുതൽ പ്രശോഭിപ്പിക്കണു, വളർത്തിക്കൊണ്ടുവരണു. അപ്പം താൻ പൂർവ്വജന്മങ്ങളിൽ ആർജിച്ചിട്ടുള്ളതായില്ലെങ്കിൽ തുടർന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള ഗുണങ്ങൾക്ക് സത്വഗുണമാവാം, രജോ ഗുണമാവാം, തമോ ഗുണമാവാം. അതിനനുസരിച്ചിട്ട് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവ എന്ന് നമുക്ക് പറയാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ സ്വഭാവത്തിൽ നിന്ന്, ആ സംസാരത്തിൽ നിന്ന്, അവരുടെ ആചാര വിചാരങ്ങളിൽ നിന്ന് നമുക്ക് ആഹാരവിഹാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഒരാൾ വ്യക്തിയുടെ ആഹാരം, വസ്ത്രധാരണം കണ്ടാൽ മനസ്സിലാവും ഇത് സത്വഗുണിയാണോ രജോ ഗുണിയാണോ തമോ ഗുണിയാണോ എന്നുള്ളത്. അപ്പം ആ ജീവസത്തകളെ അഥവാ ആ മനുഷ്യൻ്റെ ആ ആത്മാവിനെ തന്നെ അങ്ങനെ വിഭജിക്കാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ. എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവും. ഒരു വീട്ടിൽ തന്നെ പല വിശ്വാസികളും ഉണ്ടാകും. അത് അവരുടെ കുറ്റമല്ല, അവരുടെ പൂർവ്വ ജന്മ അർജിതമായിട്ടുള്ള ഗുണങ്ങളാണ് ആ മൂല സ്വഭാവത്തിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഭഗവാൻ പറയണത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗണാചാന്യേ യജന്തേ താമസാ ജനം. ഇനി അവരുടെ ആരാധനാ വിഭാഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആരെയാണോ സത്വഗുണികൾ യജിക്കുക അഥവാ ആരാധിക്കുക, രജോ ഗുണികളാരെ തമോ ഗുണികളാരെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സാത്വിക
ദേവാൻ യജന്തി, സാത്വിക ഗുണമുള്ളവരെ, സത്വഗുണിയായിട്ടുള്ളവർ ആരെയാണ് യജിക്കുക അഥവാ ആരാധിക്കുക? ദേവാൻ, ദേവന്മാരെ യജിക്കണു, ദേവന്മാരെ ആരാധിക്കണു. രാജസ യക്ഷരക്ഷാംസി, രാജസ ഗുണികളായിട്ട് രജോ ഗുണികളായിട്ടുള്ളവരെ ആരെയാണ് ആരാധിക്കുക? യക്ഷന്മാരെ, കുബേരനെ, അല്ലെങ്കിൽ രാക്ഷസന്മാരിലുണ്ടാകും പലരും അല്ലേ. ചിലരൊക്കെ രാവണൻ്റെ അമ്പലമൊക്കെ ഉണ്ടത്രേ, രാവണൻ്റെ ക്ഷേത്രത്തിൽ ഉണ്ട്, എവിടെയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ അവർ യക്ഷന്മാരെ, കുബേരൻ യക്ഷനാണല്ലോ, അപ്പോൾ കുറേ സമ്പത്തിന് വേണ്ടിയിട്ട് കുബേരനെ ആരാധിക്കണു. അതേമാതിരി രാക്ഷസന്മാരെ ആരാധിക്കണു. പിന്നെയോ അവരെ യജിക്കണു. അന്യേ താമസാജന, അന്യന്മാരായിട്ടുള്ള, ഇനി ബാക്കിയുള്ളവരാരാണ്? തമോ ഗുണികളാണ്. അവര് ആ ജനങ്ങളെ പ്രേതാൻ ഭൂതഗണാൻ യജന്തി, പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും അവർ യജിക്കുന്നു. ഈ പ്രേതഭൂതഗണങ്ങളെ യജിക്കുന്നത് എന്തിനാണ്? ചിലർ കുറേ സമ്പത്തൊക്കെ കിട്ടും, നിധി കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അന്യനെ ദ്രോഹിക്കാൻ, അന്യന് കഷ്ടതകൾ വരുത്താനും, അവർക്ക് രോഗം വരണം, അവർക്ക് നഷ്ടങ്ങൾ വരണം, ഇതും അവർ അതിനു വേണ്ടിയിട്ട് ഭൂതപ്രേതാദികളെയൊക്കെ അവർ യജിക്കണു, അല്ലെങ്കിൽ അവരെ ആരാധിക്കണു. സാത്വികരായിട്ടുള്ള ജനങ്ങൾ ദേവന്മാരെയും, രാജസ സ്വഭാവികളായിട്ടുള്ളവര് ആ വിഷ്ണു ഭക്തരായിരിക്കും. അവർ ദേവന്മാരെ യജിക്കാൻ പ്രത്യേകമായിട്ട് അവർ വിഷ്ണു ഭക്തന്മാരാവും. അവരെ ആ വിഷ്ണുവിനെയും അന്യദേവന്മാരെയും, എന്നാൽ വിഷ്ണുവിൻ്റെ തന്നെ ആ ഉപദേവന്മാരുണ്ടല്ലേ. ഇപ്പം നമ്മൾ പറയാറുണ്ട് വിഷ്ണുവിൻ്റെ ശരീരത്തിൽ, അതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ കൈയൊക്കെ, കൈ ഇന്ദ്രനാണ്, കണ്ണ് സൂര്യനും ചന്ദ്രനാണ്, നാസിക അശ്വിനി ദേവന്മാരാണ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഭഗവാന്റെ ആ വിരാട് രൂപത്തിൽ നിന്ന് എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ദേവന്മാരെ യജിക്കും, പ്രേതഗണങ്ങളെയൊന്നും യജിക്കില്ല. രജോ ഗുണികൾ അസുരന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ പറയാം യക്ഷന്മാരൊക്കെ അസുര ഗുണത്തിൽ പെട്ടു അല്ലേ. നല്ലവരാണ്, പക്ഷേ കുബേരന് ആർക്കും ഒരു ദോഷവും വരില്ല. പക്ഷെ യക്ഷനല്ലേ. അപ്പം അങ്ങനെ തമോ ഗുണി പ്രധാനികൾ ഭൂത പ്രേത ഗണങ്ങളെയും ആരാധിക്കുന്നു എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ പലതരത്തിലുള്ള ഉപാസകരെ അവരുടെ ബാഹ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ എടുത്തു കാണിക്കുകയാണ് ഭഗവാൻ. ആ വൈദിക ആജ്ഞ അനുസരിച്ചിട്ട് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീ വിഷ്ണു ഭഗവാൻ, മഹാവിഷ്ണു മാത്രമാണ് ആരാധ്യൻ സാത്വികർക്ക്. അല്ലെങ്കിൽ ആ ഭഗവാന്റെ തന്നെ ഉപദേവന്മാരായവരെയും നമുക്ക് ആരാധിക്കാം. എന്നാൽ വൈദിക ജ്ഞാനങ്ങളുമായി ഇടപഴകാത്തവർ, അല്ലെങ്കിൽ വൈദിക ജ്ഞാനത്തിനെ പറ്റി ഒരു അറിവുമില്ലാത്തവരും അതിൽ വിശ്വസിക്കാത്തവരും അവരാണ് ഈ ദേവികളെ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, അസുരന്മാരെ, യക്ഷന്മാരെ, രാക്ഷസന്മാരെ, ഭൂതപ്രേതാദികളെയൊക്കെ യജിക്കാൻ ഇഷ്ടപ്പെടുക. സത്വഗുണിയായിട്ടുള്ളവരുടെ, നമ്മൾ സാധാരണ സത്വഗുണിയായിട്ടുള്ള അല്ലെങ്കിൽ സനാതനികളൊക്കെ പഞ്ചദേവത ആരാധന ഉണ്ട്. എല്ലാ ദിവസവും ഈ 5 ദേവതകളെ നമ്മൾ ആരാധിക്കണം. സനാതനികളായിട്ടുള്ളവർ ഈ 5 ദേവന്മാരെ ആരാധിക്കണം എന്നാണ് പറയുക. ആരാണത്? ഗണപതി, സൂര്യൻ, ദുർഗ, വിഷ്ണു, പരമശിവൻ. ഇത് പഞ്ചഭൂതങ്ങളുടെ ആ അടിസ്ഥാന തത്വത്തിൻ്റെ ദേവതകളാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗണപതി ജലതത്വമാണ്. അപ്പം ആ ഗണപതി ആരാധിച്ചാൽ ജലതത്വം ശുദ്ധമായി. സൂര്യനെ ആരാധിച്ചാൽ വായുതത്വമാണ് സൂര്യഭഗവാൻ. ദുർഗ അഗ്നിതത്വമാണ്. വിഷ്ണു ആകാശതത്വമാണ്. പരമശിവൻ ഭൂമി തത്വവും ആണ്. അപ്പം ഇത് കാരണം ഈ പഞ്ചദേവ ആരാധന എല്ലാ സനാതനികൾക്കും അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയുക. നമുക്കറിയാലോ അല്ലേ, ഗണപതിയെ സ്മരിക്കാണ്ട് ഒരു കാര്യവും രാവിലെ ഒന്നുമില്ലെങ്കിൽ ഗണപതിയുടെ മുമ്പിൽ ഒന്ന് ഏത്തവിടെ അല്ലെങ്കിൽ ഒന്നും തൊഴുകെങ്കിലും ചെയ്യും ആരായാലും. അതേമാതിരി സൂര്യനെ അർഘ്യം കൊടുക്കും അല്ലേ. നമ്മൾ സൂര്യന് ഒരു ലേശം ജലം എടുത്തിട്ട് അർഘ്യം കൊടുക്കും. ദുർഗാദേവി, ഭഗവതി അമ്മേ നാരായണ എന്നെങ്കിലും പറയാത്തവരുണ്ടാവുമോ? അതുമാതിരി വിഷ്ണുവിൻ്റെ സഹസ്രനാമം ഒരുവിധം എല്ലാ സനാതനികളും ജപിക്കുന്നുണ്ടായിരിക്കും. ഇതില്ലെങ്കിൽ വേണ്ട ഓം നമോ നാരായണ എന്നെങ്കിലും പറയാത്തവരുണ്ടാവുമോ? സനാതനികളായിട്ടുള്ളവരാണ്. പിന്നെ ഓം നമ ശിവായ പറയാത്തവരുണ്ടാവുമോ? അപ്പോൾ ആ ഭൂമി തത്വവും അപ്രകാരം പരിശുദ്ധമായി തീരും എന്നാണ് നമുക്ക് പറയേണ്ടത്, മനസ്സിലാക്കി തരുന്നത്. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ തപോജന
ദംഭാഹങ്കാര സംയുക്ത കാമരാഗബലാന്വിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസ മാഞ്ചൈവാന്തശരീരസ്ഥം താൻ വിദ്യ അസുരനിശ്ചയാൻ. ദംഭ അഹങ്കാര സംയുക്ത. ദമ്പോടുകൂടെ, ഗർവോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ, ഇവയോടുകൂടി, പിന്നെ കാമരാഗബലാന്വിത. കാമം, രാഗം, ഇതെന്താണ് ഈ കാമം രാഗം? ഒരു വസ്തു നമുക്ക് പ്രാപ്തി ആയിട്ടില്ല, അതിനോടുള്ള ത്വരയാണ് കാമം. കാമം എന്ന് പറഞ്ഞാൽ അതിനെ പ്രാപ്തി ചെയ്യാനുള്ള ആ ത്വര, ഇത് കാമം. അത് പ്രാപ്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിനോട് രാഗമായി, ആസക്തിയായി, ഇതെനിക്ക് നഷ്ടപ്പെടരുത്. ഈ അവസ്ഥയാണ് രാഗം, ആസക്തി. ഇപ്പൊ ദംഭ അഹങ്കാര സംയുക്ത, ഈ ഇത്തരക്കാര് ദമ്പോടുകൂടെ, ഗർവോടുകൂടി, അഹങ്കാരത്തോടുകൂടി ആരാധന ചെയ്യും. എനിക്കിത് കിട്ടണം, അതുമാതിരി കാമരാഗബലാന്വിത. കാമം അഥവാ പ്രാപ്തി ചെയ്യാനുള്ള ത്വര, ആസക്തി ഇവിടെ ബലത്താൽ ആകൃഷ്ടരായിട്ട് ആ ചേതസ അപക്വ ബുദ്ധികളായിട്ട്, എന്നാൽ വേണ്ടത്ര വിവേകമില്ലാതെ അവിവേകികളായിട്ട്, ഏ ജന ശരീരസ്ഥം, ഏ ജന എന്ന് പറഞ്ഞാൽ ഈ വിഭാഗക്കാര്, ഈ ജനങ്ങള് ശരീരത്തെ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ആ ജീവാത്മാവിൻ്റെ സ്വഭാവം, അത് പറഞ്ഞാൽ ആ മനസ്സിൻ്റെ സ്വഭാവം തന്നെ അപ്രകാരമാണ്. അപ്പം അത് കാരണം അവര് അത്തരം ജീവാത്മാക്കളെ ആ ശരീരത്തിൽ വസിച്ചിട്ട് ആ ശരീരത്തിനെ കൊണ്ട് പല കർമ്മങ്ങൾ അവർ ചെയ്യുന്നു. എന്നിട്ടോ ഭൂതഗ്രാമം അന്തശരീരസ്ഥം മാം ച കർഷയന്ത. എന്താണ് അവർ ചെയ്യണത്? എങ്ങനെ ആ ശരീരത്തിനുള്ളിലെ കാമരാഗ ഗർവ അഹങ്കാരത്തോടു കൂടെ ഓരോരോ യജ്ഞം മുതൽക്കുള്ള ഓരോരോ കർമ്മങ്ങൾ ചെയ്തിട്ട് അവരെന്താ അവർക്ക് സ്ഥിതി ഉണ്ടാവണത്? ആ ശരീരം സ്ഥിതി ചെയ്തിട്ട് ഭൂതഗ്രാമം എന്ന് പറഞ്ഞാൽ, ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു സംഗ്രഹം, ഒരു കൂട്ടം അല്ലേ, ഒരു സംഘം. ഭൂതഗ്രാമം എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ശരീരം തന്നെ പഞ്ചഭൂതങ്ങളുടെ ഒരു ഗ്രാമമാണ്, ഒരു സമൂഹമാണ് നമ്മുടെ ഈ ശരീരം. ഇന്ദ്രിയ ഗ്രാമം എന്ന് പറയാറുണ്ട് അല്ലേ. മരി പഞ്ചഭൂതങ്ങളുടെ ഒരു സമൂഹമാണ് നമ്മുടെ ഈ ശരീരം. അപ്പം ഈ ശരീരത്തിനെയും ആ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കണ എന്നെയും ശരീരസ്ഥം ആ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കണ എന്നെയും കർഷയന്ത, എന്നെ വളരെ അധികം കഷ്ടപ്പെടുന്നു. ആ പരമാത്മാവ് ആയിട്ടുള്ള ഭഗവാനെയും ആ ജീവാത്മാവിൻ്റെ തന്നെ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ് ഈ ജീവാത്മാവ്. അപ്പം ഈ ശരീരത്തിനെ അവർ ക്ലേശിപ്പിക്കണു, ആ ജീവാത്മാവിനെയും ക്ലേശിപ്പിക്കണു, അതിൻ്റെ കൂടെ ഇരിക്കണ ആ ഭഗവത് തത്വത്തിനെയും പരമാത്മ തത്വത്തിനെയും അവര് കഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഭഗവാൻ പറയണത്. അശാസ്ത്രവിഹിതം, അവർ ശാസ്ത്രങ്ങൾ അനുവദിക്കാത്ത, ശാസ്ത്രവിഹിതമല്ലാത്ത ഘോരം തപ്യന്തേ, അവർ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിൽ ചിലപ്പോൾ അത് ചെയ്യരുതെന്ന് അത് നിഷേധം കൂടി ഉണ്ടാവും. അങ്ങനത്തെ തപസ്സുകൾ ഉണ്ടല്ലോ അല്ലേ. ഹിരണ്യകശിപു, ഭസ്മാസുരൻ, രാവണൻ, ഇവരൊക്കെ ചെയ്ത ഘോരമായ തപസ് എന്തിനായിരുന്നു? കാമരാഗബലാന്വിത, കാമരാഗം ആയിട്ട് അവർ മരിക്കാൻ പാടില്ല, അതായിരുന്നു അവരുടെ കാമന അല്ലേ. ആ ശരീരത്തിൽ അങ്ങോട്ട് ആസക്തരായിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഒക്കെ ശരീരം മുഴുവനെ ചെതൽ തിന്നുപോയി. ഭസ്മാസുരൻ തന്നെ ശരീരത്തിലത്തെ മുഴുവൻ മാംസം മുറിച്ച് ഹോമിക്കുകയായിരുന്നു. രാവണൻ തന്നെ തല വെട്ടിയിട്ട് മഹാദേവന് അർപ്പിക്കുകയായിരുന്നു അല്ലേ. അപ്പം അതൊക്കെ ശരീരത്തിനെയും ക്ലേശിപ്പിക്കുന്നതാണ്, ആത്മാവിനെ, തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവിനെ ക്ലേശിപ്പിക്കുന്നതാണ്. കാരണം ആത്മാവിനെയും ശരീരത്തിനെയും ക്ലേശിപ്പിച്ചാൽ ആരെയാണ് നമ്മൾ ക്ലേശിപ്പിക്കുന്നത്? ഭഗവാനെ സ്വയത്തിനെയാണ്. അങ്ങനെ അവർ ആ തപസ് തപിപ്പിച്ചുകൊണ്ട്, ആ ശരീരത്തിനെ ആത്മാവിനെ തപിപ്പിച്ചുകൊണ്ട് അവർ തപസ് ചെയ്യണു. താൻ ആസുരനിശ്ചയാൻ, അവരെ ആസുരനിശ്ചയത്തോടു കൂടിയവരെന്ന് നീ എന്താക്കണം? വിദ്ധി, നീ മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. വിദ്ധി പറഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പം അത്തരം ആ സ്വന്തത്തിനെയും ഭഗവാനെയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഷാഢ്യത്തോടുകൂടി തപസ് ചെയ്യണ അവരാസുരിക സ്വഭാവക്കാരാണ് എന്ന് അത് ആസുരിക ശ്രദ്ധയാണ് എന്നാണ് നീ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം
പ്രാപ്തമാവാത്തതിനോടുള്ള ആ ത്വര അഥവാ കാമത്തോടുകൂടിയും ആസക്തിയോടുകൂടിയും അഹംഭാവത്തോടുകൂടിയും സ്വന്തം ശരീരത്തിലെ ആ പഞ്ചഭൂതങ്ങളെയും ശരീരത്തിനുള്ളിൽ വസിക്കണ പരമാത്മതത്വത്തിനെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്രനിർദ്ദിഷ്ടം അല്ലെങ്കിൽ ശാസ്ത്രം അനുവദിക്കാത്ത കഠിനമായ തപസ് ചെയ്യുന്ന വിഡ്ഢികള് അസുരന്മാരാണ് എന്നാണ് ഭഗവാൻ പറയണത്. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. ഇനി ഭഗവാൻ ആഹാരം മുതൽക്കുള്ള ആ ദിനചര്യയെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. ഇവിടെ ആഹാരം എപ്രകാരം സാത്വികമായിട്ടുള്ളവരുടെയും രാജസികമായിട്ടുള്ളവരുടെയും താമസികമായിട്ടുള്ളവരുടെയും ആഹാരത്തിൻ്റെ ആഹാര വിഭാഗത്തിനെ പറ്റിയിട്ടാണ് അവരെങ്ങനത്താണ് ആഹാരം ഇഷ്ടപ്പെടുക എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവസ്യതു ആഹാര അഭി, സർവരും എല്ലാവർക്കും ആഹാരം കഴിക്കണം അല്ലേ. അപ്പം എല്ലാവരുടെയും ഈ 3 വിഭാഗക്കാരും ആഹാരം കഴിക്കാം. അവർക്ക് 3 വിഭാഗക്കാർക്ക് ആഹാരം കഴിക്കാണ്ട് പറ്റില്ല. തൂണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആഹാരാഭി, അവരുടെ ആഹാരത്തിലും ത്രിവിധ പ്രിയ ഭവതി, ഈ 3 കൂട്ടർക്കും 3 വിധത്തിലുള്ള ആഹാരമായിരിക്കാം. ആയിരിക്കാം എന്നല്ല, അവർക്ക് 3 വിധത്തിലുള്ള ആഹാരമാണ് ഇഷ്ടപ്പെടുന്നത്. തഥാ യജ്ഞ തപ ദാനം ത്രിവിധം, അവരുടെ ഈ 3 വിധത്തിൽ തന്നെയാണ് അവരുടെ യജ്ഞം, അവരുടെ തപസ്, അവരുടെ ദാനം. ഇതും അവരുടെ ഈ സത്ത് രജ തമോ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് 3 വിധാണ്. തേഷാമിമം ഭേദം ശൃണു, തേഷാം അവരുടെയും ഈ ഭേദത്തിനെ നീ മനസ്സിലാക്കൂ, നീ കേൾക്കൂ എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതും എന്താണ്? പൂർവജന്മാർജിതമായ സ്വഭാവമാണ്. പൂർവജന്മങ്ങളിൽ ഏത് തരം ഭക്ഷണമാണ് ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നത്? ചെറിയ കുട്ടികളെ നോക്കിയാൽ അറിയാം. ചില കുട്ടികൾക്ക് പുളി ഉള്ള ഭക്ഷണം ഇഷ്ടമായിരിക്കാം, ചില കുട്ടികൾ അത് കഴിക്കുകയില്ല. അതിനുവേണ്ടി ചില കുട്ടികൾക്ക് മധുരം ഇഷ്ടാവും, ചില കുട്ടികൾക്ക് മധുരം ഇഷ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആ മനുഷ്യർക്ക് സാധാരണ എല്ലാവർക്കും ഭക്ഷണ വിഷയത്തിലും അവനവൻ്റേതായിട്ടുള്ള ആ ഇഷ്ടവും കേടും ഉണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഭൗതിക പ്രകൃതിയുടെ അഥവാ ഈ പ്രകൃതിയിലത്തെ ഈ സത്വ രജ തമോ ഗുണങ്ങൾക്ക് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഈ ആഹാര രീതി പോലും. അപ്പം യജ്ഞങ്ങള്, തപസ്, ദാനം എന്നിവയുടെ കാര്യത്തിലും അപ്രകാരം തന്നെയാണ്. അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ വ്യത്യാസങ്ങളെ പറ്റിയിട്ട് ഇനി പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അത്തരക്കാരുടെ വസ്ത്രധാരണം, ആചാരം, വിചാരം, വിഹാരങ്ങൾ, അവർ വിഹാരിക്കുക എന്ന് പറഞ്ഞാൽ കളി, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എന്ത് വേണം നമുക്ക് പറയാം. അതുമായിട്ടുള്ള അവരുടെ വ്യാപാരങ്ങൾ, അവരുടെ ചേഷ്ടകൾ അങ്ങനെ തന്നെയായിരിക്കും. ആയു സത്വബലാരോഗ്യ സുഖ പ്രീതി വിവർധന രസ്യ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. ഇനി സാത്വികരായിട്ടുള്ളവരുടെ സത്വഗുണികളായിട്ടുള്ളവരുടെ ആഹാര രീതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അവരെങ്ങനത്തെ ഭക്ഷണമാണ് ഇഷ്ടപ്പെടുക? ആയു സത്വബല ആരോഗ്യ സുഖ പ്രീതി വിവർധന, ആയുസ് വർദ്ധിക്കാൻ തക്കത്തിലുള്ള ആ ഭക്ഷണം അവരിഷ്ടപ്പെടുന്നു. സത്വം എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ മനോശക്തി അല്ലെങ്കിൽ ആത്മബലം, അത് ആ ജീവകശക്തി കൂടാനുള്ള അത്തരത്തിലുള്ള ഭക്ഷണം അവരിഷ്ടപ്പെടുന്നു. ശരീരബലം കൂട്ടാനുള്ള അങ്ങനത്തെ ഭക്ഷണം അവരിഷ്ടപ്പെടുന്നു. പിന്നെ ആരോഗ്യം, സുഖം, സന്തുഷ്ടി, പ്രീതി, സന്തുഷ്ടി, ആ ഭക്ഷണം കഴിച്ചാൽ തൃപ്തി വരണം അല്ലേ, ആ തൃപ്തിയായിട്ടുള്ള അങ്ങനത്തെ ഭക്ഷണത്തിനെ അവരിഷ്ടപ്പെടുന്നു. അത് തരളമായിരിക്കും, രസത്തോട് കൂടിയത്. രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തരളമായിട്ടുള്ള ആ ഭക്ഷണമായിരിക്കും. അധികം രൂക്ഷമായിട്ടുള്ളത് അവർക്ക് ഇഷ്ടമല്ല. രസത്തോട് കൂടി, അതും സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ വളരെ അതിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒക്കെ ഉപയോഗിച്ചതായിരിക്കാം. എണ്ണയിൽ വറുത്തതല്ല, എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം ശരിക്കും നെയ്യുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ സ്നിഗ്ധമായിട്ടുള്ള, അത് എണ്ണ നെയ്യൊക്കെ അതിൽ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ആവശ്യത്തിന് കൊഴുപ്പുള്ള ഭക്ഷണങ്ങളാണത്. പിന്നെ സ്ഥിരമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് വളരെ നമ്മുടെ മനസ്സിന് സ്ഥിരത നൽകും.
സ്ഥിരത നൽകുന്ന പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചഞ്ചലമാവില്ല, ഉത്തേജനങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിൽ അധികം തീക്ഷ്ണമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, മനസ്സിൽ ഉത്തേജനങ്ങൾ ഉണ്ടാവും അല്ലേ. ദേഷ്യം വരിക പെട്ടെന്ന്, അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം എരിവുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നു വരും, അല്ലെങ്കിൽ ഹിംസ സ്വഭാവം മനുഷ്യർക്കുണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തേജനങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ സമാധാനത്തിലുള്ള സ്വഭാവത്തിലുള്ള സത്വഗുണികൾ അങ്ങനത്തെ ഭക്ഷണമാണ് ഇഷ്ടപ്പെടുക. ഹൃദ്യ എന്ന് പറഞ്ഞാൽ നല്ല അത് നല്ല ആകർഷണമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടുന്ന മണം അതൊന്നുണ്ടാവും. ചില ഭക്ഷണങ്ങളുടെ മണം ദൂരത്ത് നിന്ന് തന്നെ കേൾക്കുമ്പോൾ നന്നായിട്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നും. പക്ഷേ ചിലതിൻ്റെ കേട്ടാലോ ആ ഭാഗത്തേക്ക് ഒന്നും അടുക്കാൻ തോന്നില്ല അല്ലേ. അപ്പം അങ്ങനത്തെ ആഹാരങ്ങളാണ് സാത്വിക പ്രിയ. അത്തരം ആഹാരങ്ങളെ ഈ മുൻ പറഞ്ഞിട്ടുള്ള ഈ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് സാത്വികർക്ക് ഇഷ്ടപ്പെടുക. ദീർഘായുസ് തൻ്റെ ആത്മശക്തി പ്രബലമാക്കുന്ന അഥവാ മനഃശുദ്ധി നൽകുന്നതുമായിട്ടുള്ള ആ ഭക്ഷണം പിന്നെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ളത്, ശരീരത്തിനും മനസ്സിനും ബലം നൽകണം, ശരീരപുഷ്ടി നൽകണം, അത്തരം ആരോഗ്യത്തിന് ഉപയുക്തമായിട്ടുള്ള ഭക്ഷണം സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും പിന്നെ സ്വാദുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് തരളമായിട്ട് കുറച്ച് ചാറൊക്കെ ഉള്ളത്. ഈ ചിലർക്കൊക്കെ ഫ്രൂട്ടൊക്കെ വലിയ ഇഷ്ടം അല്ലേ, ഫ്രൂട്ട് കഴിക്കുക. അപ്പോൾ അതിൽ ചാറുണ്ട്, അതുമാതിരി കൂട്ടാനുകളൊക്കെ നല്ല ചാറുള്ള കൂട്ടാൻ. ഉണങ്ങിയതൊന്നും അവർക്ക് ഇഷ്ടാവില്ല. അപ്പം അവർക്ക് അസത്വഗുണിയായവർക്ക് അങ്ങനത്താണ് ഭക്ഷണം ഇഷ്ടപ്പെടുന്നത്. മോര് തൈര് ഇതില്ലാണ്ടെങ്കിൽ ചിലർക്ക് ഭക്ഷണമേ കഴിക്കാൻ പറ്റില്ല, അതൊക്കെ അവർ സത്വഗുണികളാണ്. അപ്പം പ്രീതികരവും സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ വളരെ മൃദുലമായിട്ടുള്ളത്, അതിന് ആസ്വാദ്യമായിട്ടുള്ളത്, അതിൻ്റെ ആ മണം കേട്ടാൽ തന്നെ അത് വളരെയധികം ഹൃദ്യമായി തോന്നും. അങ്ങനത്തെ ആഹാരമാണ് സത്വഗുണികളായിട്ടുള്ളവർക്ക് ഇഷ്ടമുണ്ടാവുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി രജോ ഗുണികളായവരുടെ ആഹാരക്രമത്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. കഡ്വം ലവണാത്യുഷ്ണ തീഷ്ണ രൂക്ഷവിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖശോകാമയ പ്രദ. കടു, അമ്ല, ലവണ, അതി ഉഷ്ണ, തീഷ്ണ, രൂക്ഷ, വിദാഹിന. എന്താണ് കടു അമ്ല എന്ന് പറഞ്ഞാൽ? കടു എന്ന് പറഞ്ഞെങ്കിൽ ചവർപ്പ്, കയ്പ്പ് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. ചില സാധനങ്ങളൊക്കെ അതിന് കയ്പ്പുണ്ടാവും അല്ലേ. ചില കയ്പ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്പ്പയ്ക്ക ഒരു ഔഷധ ഗുണമുള്ളതാണ്. അതല്ലാതെ പച്ചക്കറികളിൽ പെടാത്ത വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മദ്യമൊക്കെ ഭയങ്കര കയ്പ്പാവത്രേ, കേട്ടിട്ടുള്ളൂ. അപ്പം അത് അങ്ങനത്തതൊക്കെ ഇങ്ങനത്തെ വ്യക്തികളൊക്കെ ഇഷ്ടപ്പെടണ്ടായിരിക്കാം. അപ്പം അതിലാണ്ടപ്പോൾ നമ്മൾ കയ്പ്പയ്ക്ക മാത്രമേ ഉള്ളൂ നമ്മുടെ, പക്ഷെ അത് ഔഷധി ഗുണമുള്ളതാണ്. അത് ഡയബറ്റീസുകാർക്കൊക്കെ വളരെ ബെസ്റ്റാണ്. അപ്പം അതുമാതിരി അമ്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളി, എരിവ്, പുളി, ഉപ്പ്, ഉഷ്ണത എന്ന് പറഞ്ഞാൽ തീഷ്ണത ഉള്ളത്. പിന്നെ രൂക്ഷം ചില ഈ വെളുത്തുള്ളി അല്ലേ, ഉള്ളിയൊക്കെ എൻ്റെ നല്ല രൂക്ഷമായിട്ടുള്ള മണമാണ് അതൊക്കെ. പിന്നെ ദാഹകാരികത്വം, വിദാഹിന എന്ന് പറഞ്ഞാൽ ശുഷ്കമായത്, വറുത്തിട്ടുള്ളത്, അങ്ങനെ ശുഷ്കമായിട്ടുള്ളത്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ ദാഹം തുടങ്ങും. അത് കാരണമായിരിക്കും അതിന് ദാഹകാരികം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാഹിനം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തതും. പിന്നെ ദുഃഖശോകാമയപ്രദ. ഇതൊക്കെ കഴിച്ചാൽ എങ്ങനെ ദുഃഖവും ശോകമൊക്കെ എങ്ങനെ വരിക? കാരണം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പല അസിഡിറ്റി മുതൽക്ക് ഓരോ രോഗങ്ങൾ വരാം. ഇത് തുടർച്ചയായിട്ട് കുറച്ച് കാലം കഴിച്ചാൽ പല രോഗങ്ങളും വരും. രോഗം വന്നിട്ടുണ്ടെങ്കിൽ ശോകം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ദുഃഖമായി. അപ്പം ആ രോഗം, ശോകം, ദുഃഖമൊക്കെ ഉണ്ടാക്കുന്നതും ആഹാര രാജസ്യ ഇഷ്ട. അത്തരം ആഹാരം രാജസ പ്രകൃതിക്കാർക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പം കയ്പ്പ്, പുളിപ്പ്, ഉപ്പ്, രസം, കടുത്ത ചൂട്, നല്ല ചൂടെന്ന് പറഞ്ഞാൽ ബാഹ്യമായ ചൂടാവില്ല, ബാഹ്യമായിട്ട് ഫ്രഷായിട്ട് ചൂടോടുകൂടെ കഴിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അതല്ലാതെ ഇപ്പം ഈ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ട് സ്പൈസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഹോട്ട് സ്പൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല എരിവുള്ളം അല്ലേ. അപ്പം അതുമാതിരിയുള്ളത് നല്ല എരിവ്, നല്ല പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ചൂടാവും. കഴിക്കുമ്പോൾ ചൂടുണ്ടാവില്ല, പക്ഷെ അത് ചെന്നാൽ അതിൻ്റെ ആ പ്രകൃതിക ഗുണം തന്നെ ചൂടായിരിക്കാം.
അപ്പോൾ ശരീരത്തിൽ ചൂട് വരൽ തുടങ്ങും. അങ്ങനത്തത്, പിന്നെ വറുത്തത്, രൂക്ഷമായിട്ടുള്ളത്, അത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളെയാണ് രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുക. അത്തരം ഭക്ഷണം കഴിച്ചവർക്ക് പിന്നെ പല രോഗങ്ങൾ വരാം. ആ രോഗത്തിന് കാരണം അവർക്ക് ശോകവും ദുഃഖവും ഒക്കെ അവർക്ക് അനുഭൂതിയാവും എന്നാണ് ഭഗവാൻ പറയണത്. ഇനി തമോ ഗുണികളുടെ ഭക്ഷണക്രമത്തിനെയാണ് പറ്റി പറയണത്. യാതയാമം ഗതരസം ഭൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമഭിചാമേദ്യം ഭോജനം താമസപ്രിയം. യാതയാമം ഗതരസം, യാമം, ഒരു യാമം കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് പറയും അല്ലേ. ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. ഒരു ഭക്ഷണം പാചകം ചെയ്തിട്ട് അതിന് 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ഉപയോഗിച്ചോളണം, അല്ലെങ്കിൽ അതിന് പിന്നെ ഉപയോഗശൂന്യമായി അത് കഴിക്കരുത് എന്നാണ് പറയുക. അപ്പം എന്താണ്ടാവുക, അത് വളിക്കാൻ തുടങ്ങും. അതിൻ്റെ ഗതരസം, അതിൻ്റെ രസം അഥവാ അതിൻ്റെ ഹൃദ്യമായിട്ടുള്ള ആ സ്വാദ്, ഒറിജിനൽ സ്വാദ് അത് നഷ്ടപ്പെടും. അപ്പം എന്താണ്ടാവുക, പൂതി പര്യുഷിതം. പൂതി എന്ന് പറഞ്ഞാൽ എന്താണ്, ദുർഗന്ധം വമിക്കുന്നതാവും അത്. പിന്നെ പര്യുഷിതം, അത് വളിക്കും എന്ന് പറഞ്ഞാൽ ചീത്തയാവും. ഉച്ഛിഷ്ടം, പിന്നെ അത് ഉച്ഛിഷ്ടം ആയി. ചില ആൾക്കാരൊക്കെ കുറച്ച് കഴിക്കുന്നിട്ട് അത് അടച്ചു വെക്കും, പിന്നെ കുറേ കഴിഞ്ഞിട്ട് കഴിക്കും അത്ര. അത് ഉച്ഛിഷ്ടമായി അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആ കുട്ടികളെയൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അങ്ങ് ശീലിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഉച്ഛിഷ്ടം ആയിട്ടുള്ളതും അമേദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് അപവിത്രമായത്. അമേദ്യം എന്ന് പറഞ്ഞാൽ അപവിത്രം. അപവിത്രം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ തൊടാൻ വരെ പറ്റില്ല. ശവശരീരം ആരെങ്കിലും തൊടും? ശവശരീരത്തിൽ നമ്മൾ ശവശരീരത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, അടുത്തും പോണ്ട, ദൂരത്ത് നിന്ന് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി കുളിക്കും. പക്ഷേ വീട്ടിൽ ആ ശവശരീരത്തിനെ കൊണ്ടുവന്ന് മുറിച്ച് പാകം ചെയ്തിട്ടൊക്കെ അതിനെ കഴിക്കണം. അപ്പം അത് അമേദ്യമല്ലേ, അപവിത്രമല്ലേ? ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്പർശിക്കാൻ പറ്റാത്തതാണ് അല്ലേ. ഒരു ശവശരീരത്തിനെ നമ്മൾ സ്പർശിച്ചാൽ ഉടനെ ആ വസ്ത്രത്തോടു കൂടെ കുളിക്കും മനുഷ്യൻ. പക്ഷെ അതിൻ്റെ ഒരു വിഡംബനം നോക്കൂ. അതേമാതിരിയുള്ള ഒരു ശവശരീരത്തിനെ കൊണ്ടുവരും, എന്നിട്ട് അതിനെയൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് പാചകം ചെയ്ത് കഴിക്കണം മനുഷ്യർ. അല്ലാത്തൊരു വിഡംബനം. ഏത് ഭോജനം അത് താമസപ്രിയം, അത് അത്തരം ഭോജനം താമസപ്രിയം, താമസ സ്വഭാവികൾക്ക് വളരെ പ്രിയമാണ് എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം 3 മണിക്കൂറിന് മുമ്പ് പാചകം ചെയ്തത്, അത് അത്ര സമയം കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ശരിക്കുള്ള സ്വാദ് നഷ്ടപ്പെടും. അത് പിന്നെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. പിന്നെ അത് ഉച്ഛിഷ്ടം മാതിരിയായി അല്ലേ. ആ ഉച്ഛിഷ്ടമായത്, അല്ലെങ്കിൽ തൊടാൻ കൊള്ളാത്തത്, അതിനെ സ്പർശിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് താമസ സ്വഭാവികൾക്ക് ഇഷ്ടപ്പെടുക. അപ്പം അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ആയുസ്, മനഃശുദ്ധി, കായബലം ഒക്കെ നഷ്ടപ്പെടുക ചെയ്യുക. സത്വഗുണികളുടെ ഭക്ഷണം ക്രമം എങ്ങനെയാണ്, അതെല്ലാം വർദ്ധിപ്പിക്കണമാണ്. ആയുസ്, മനഃശുദ്ധി, കായബലം, ഇതെല്ലാം ശരീരബലം എല്ലാം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇത് പതുക്കെ പതുക്കെ പതുക്കെ, ഒരു ദിവസം കൊണ്ടല്ല, പതുക്കെ പതുക്കെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനെയും ആയുസ്സിനെയും എല്ലാം അത് മനഃശുദ്ധി നഷ്ടപ്പെടും. അങ്ങനെ ആ മനുഷ്യനെ അധോഗതിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ജന്മം അടുത്തത് എന്താവും, അധോഗതിയിലുള്ള ജന്മമാവും. അതോ യോനികളിൽ പോകേണ്ടി വരും. ഇനി യജ്ഞത്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ വ്യക്തികളുടെ സത്വരജ തമോ ഗുണികളുടെ യജ്ഞപ്രകാരമാവും എന്നാണ് പറയണത്. അഫലാകാംക്ഷിഭി യജ്ഞോ വിധിദിഷ്ടോ യജ്യതേ യഷ്ടവ്യമേവേദി മനഃ സമാധായ സാത്വിക. അഫലാകാംക്ഷിഭി യഷ്ടവ്യം ഏവ. ഫലാകാംക്ഷ ഇല്ലാതെയാണ് യജിക്കേണ്ടത്. യജ്ഞം ചെയ്യലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരം ആരാധനയായിക്കോട്ടെ, അതൊന്ന് എനിക്കൊരു ഫലം കിട്ടണം എന്നുള്ളത് അത് ശരിയല്ല. അത് ഭഗവാനെ യജിക്കൽ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കൽ എൻ്റെ കർത്തവ്യമാണ്, ഇത് എനിക്ക് ചെയ്യാനുള്ള എൻ്റെ ഒരു കടമയാണ് എന്നുള്ള ഭാവത്തിൽ വേണം ഭക്തി, ഏത് തരത്തിലുള്ള ഭക്തി ചെയ്യുകയാണെങ്കിലും ഏത് ആരാധന ചെയ്യുകയാണെങ്കിലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതി മന സമാധായ എന്ന്, ഇത് നന്നായിട്ട് മനസ്സിനെ അഥവാ മനസ്സിൽ ഉറപ്പിച്ചിട്ട്, ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിൽ നന്നായി ഉറപ്പിച്ചിട്ട് വേണം വിധിദൃഷ്ട്യ യജ്ഞം യുജ്യതേ. വിധിപ്രകാരം, വിധിയിൽ എപ്രകാരമാണോ പറഞ്ഞിട്ടുള്ളത് അപ്രകാരമുള്ള യജ്ഞത്തിനെ നമ്മൾ അനുഷ്ഠിക്കണം. യജ്ഞതേ പറഞ്ഞാൽ അനുഷ്ഠിക്കണം. സാത്വിക, അതാണ് സാത്വികമായിട്ടുള്ളത്. വിധിപ്രകാരം പറഞ്ഞതിനെ ഫലാകാംക്ഷ ഇല്ലാതെ
എൻ്റെ കർത്തവ്യമാണ് ഇത്. എനിക്ക് ഭഗവാൻ മനുഷ്യജന്മം തന്നു, അത് കാരണം ഭഗവാനെ ആരാധിക്കൽ എൻ്റെ കർത്തവ്യമാണ്. ഈ വിചാരത്തിനെ നന്നായി മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഭഗവാനെ ആരാധിക്കാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം യജ്ഞങ്ങളിൽ വെച്ച് ഫല ഉദ്ദേശമില്ലാതെയും ശ്രദ്ധയോടുകൂടിയും വേദവിധി പ്രകാരവും കർത്തവ്യബോധത്തോടെയും അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞമാണ് സാത്വികം. അപ്പം എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണ് അധികം ആൾക്കാരൊക്കെ ആരാധന ചെയ്യുക, അല്ലെ? അമ്പലത്തിൽ പോകണത് തന്നെ എന്തിനാവും? എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കുറേ ഡിമാൻഡ് ഉണ്ടാവും. നല്ലതെന്ന് അവർക്ക് തോന്നും, പക്ഷെ അത് നല്ലതാവുമോ എന്നുള്ള അതിൻ്റെ വിധികൾ, അതിൻ്റെ ഫലങ്ങളും വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ചിലപ്പോൾ ആ പ്രാർത്ഥിച്ചത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേമാതിരി ഉപദ്രവമുള്ള വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പാടില്ല. ഇതെൻ്റെ കർത്തവ്യമാണ്, എനിക്ക് മനുഷ്യ ശരീരം ഭഗവാൻ തന്നു, അത് കാരണം ഭഗവാനെ ആരാധിക്കൽ എൻ്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അഭിസന്ധായതു ഫലം ദമ്ഭാർത്ഥമഭിചൈവയ യുജ്യതേ ഭരതശ്രേഷ്ഠാത്തം യജ്ഞം വിദ്ധി രാജസം. ഇനി രാജസ യജ്ഞത്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. തു ഫലം അഭിസന്ധായ അഭിച, എന്നാൽ ഫലത്തിനെ ലക്ഷ്യമാക്കിയും, അത് മാത്രമല്ല ദമ്പാർത്ഥം ഏവ, ദമ്പ് കാണിക്കുക, തൻ്റെ ആ ദമ്പ് കാണിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രഭാവം മറ്റുള്ളവരിൽ ചെലുത്തുക. മറ്റുള്ളവരൊക്കെ കണ്ടിട്ട് എന്താന്നുള്ള ആ വിചാരം വരും, എല്ലാവരും സർപ്രൈസ് ആവുക, അല്ലെങ്കിൽ എല്ലാവരും ഇമ്പ്രസ് ആവുക. ആ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യണത് ഏത് യജ്ഞതേ, അത്തരത്തിലുള്ള ആ യജ്ഞത്തിനെ അല്ലെങ്കിൽ ആ ആരാധനയെ ഹേ ഭരതശ്രേഷ്ഠ തം യജ്ഞം രാജസംവിധി, അത്തരത്തിലുള്ള യജ്ഞത്തിനെ നീ എന്ത് വിചാരിക്കണം? ഇത് രാജസമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പം ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും പ്രയോജനത്തിന്, എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ ചെയ്യണം ആ യജ്ഞം, അത് യജ്ഞം എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഗർവ് കാട്ടാൻ, മറ്റുള്ളവരിൽ പ്രഭാവം ചെലുത്താൻ, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന യജ്ഞം രാജസമാണ് അറിയുക എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ പണ്ടൊക്കെ രാജാക്കന്മാരെ ഇപ്പോഴും പലരും സ്വർഗലബ്ധിക്ക്, ഇഹലോക സുഖങ്ങൾക്ക് വേണ്ടി ഇതിനൊക്കെയാണ് യജ്ഞങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോഴും എല്ലാവരും എന്താ ചെയ്യണം? എനിക്ക് സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ എനിക്കിത് നേടണം, എനിക്കത് നേടണം, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കും, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നടക്കും, അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് വെറും രാജസാണ്. നിങ്ങൾക്ക് നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ട് ഒരു സാധനത്തിന് പൈസ കൊടുത്തു, അവർ നമുക്ക് സാധനം തന്നു, അതോടുകൂടെ എല്ലാ ബന്ധങ്ങളും കഴിഞ്ഞു, അല്ലേ? അതുമാതിരി നമ്മൾ ആ ദേവനെ ആരാധിച്ചു, ആ ദേവൻ്റെ നിന്ന് നമ്മുടെ കാര്യം നേടി. പിന്നെ ആ ദേവൻ ആരും നമ്മളാരും, ദേവന് പിന്നെ നമ്മളെ ആരും ഒരു ശ്രദ്ധയുണ്ടാവില്ല. വിധിഹീനമസൃഷ്ടാനം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിഹീനം അസൃഷ്ടാന്നം, വിധിഹീനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വേദത്തിലോ ശാസ്ത്രങ്ങളിലോ പറഞ്ഞ ആ വിധിക്ക് അനുസരിച്ചിട്ടൊന്നുമല്ല, അതിനെയൊന്നും അനുസരിക്കാതെ, അതിനൊക്കെ ചിലപ്പോൾ നിഷേധമായിട്ടായിരിക്കാം കാര്യം ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അസൃഷ്ടാന്നം, അന്നം വിതരണം ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഒട്ടും തന്നെ പ്രസാദമായിട്ട് അന്നദാനമൊന്നും ചെയ്യാതെ, മന്ത്രഹീനം അദക്ഷിണം, മന്ത്രമൊന്നും ചെല്ലാതെ. മന്ത്രത്തിൻ്റെ എന്താ ആവശ്യം? അങ്ങനെ ചെയ്താൽ പോരെ, എന്തിനാ മന്ത്രത്തിൻ്റെ ആവശ്യം എന്നാണ് അവരുടെ തർക്കം. അപ്പോൾ മന്ത്രഹീനമായിട്ട് ആ യജ്ഞം ചെയ്തപ്പോൾ ഒരു മന്ത്രവും ഇല്ല, ആ ദക്ഷിണയും കൊടുത്തില്ല. ഒരു പൂജാരിയെ കൊണ്ട്, ഒരു ബ്രാഹ്മണനെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചു, പക്ഷെ ദക്ഷിണയൊന്നും കൊടുത്തില്ല, അന്നവും കൊടുത്തില്ല, മറ്റുള്ളവർക്ക് മന്ത്രമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ശ്രദ്ധാവിരഹിതം ആയിരുന്ന വല്ല ശ്രദ്ധയും അല്ലെങ്കിൽ വല്ല വിശ്വാസം ഉണ്ടോ? വെറും ഒരു കർമ്മകാണ്ഡമായിട്ട് അത് ചെയ്തു. എന്നിട്ട് ആ ഒരു വിശ്വാസം ഇല്ലാണ്ട് യജ്ഞം താമസം പരിചക്ഷത, അത്തരം യജ്ഞത്തിനെ താമസയജ്ഞം എന്ന് മനസ്സിലാക്കണം. പരിചക്ഷത എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു. വേദോക്ത വിധികളെ അനുസരിക്കാതെയും അന്നദാനം അഥവാ പ്രസാദ വിതരണം, വേദമന്ത്ര ഉച്ചാരണം, ആ പൂജ ചെയ്ത വ്യക്തിക്ക് ദക്ഷിണ കൊടുക്കാതെ ഒരു വിശ്വാസം ഉണ്ടോ? അവിടെ ഭക്തിഭാവത്തോടുകൂടെ ഇരിക്കുന്നുണ്ടോ? അതും ഇല്ല. അത്തരത്തിൽ ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണമുള്ളതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസ ശാരീരം തപ ഉച്യതേ. ഇനി തപസ്സിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഈ
ശരീരം കൊണ്ടുള്ള തപസ് 3 തരത്തിലുണ്ട് അല്ലേ? ഒന്ന് വാചികം, ഒന്ന് ശാരീരികം, ഒന്ന് മാനസികം. ഇങ്ങനെ 3 തരത്തിലുള്ള തപസ് ചെയ്യാം. അത് ആ വേദ വേദല്ല ദേവദ്വിജ ഗുരു പ്രാജ്ഞപൂജനം. ദേവന്മാര്, ആ ദേവന്മാരെന്ന് പറഞ്ഞാൽ പരമാത്മാവ്, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ, ബ്രാഹ്മണൻ, ഗുരു, പിന്നെ ഇവരെല്ലാവരും ആരാധ്യ പുരുഷന്മാരാണ്. അവരെ ഒന്നും പൂജിക്കാണ്ട് അവരുടെ പൂജ, അവരെയൊക്കെ പൂജിക്കണം. അത് ചെയ്യാത്തവർ രാജസമായി പോവും, അല്ലെങ്കിൽ താമസമായി പോവും. ഇവിടെ എല്ലാവരെയും പൂജിക്കും. അവരെ പൂജനം, ദേവനെ പൂജിക്കുക, ഭഗവാനെ പൂജിക്കുക, ബ്രാഹ്മണരെ പൂജിക്കുക, ഗുരുവിനെ പൂജിക്കുക, അതുമാതിരി ആരാധ്യരായിട്ടുള്ള വിദ്വാൻമാരെ പൂജിക്കുക, അതെല്ലാം ചെയ്യുക. ശൗചം ആർജവം, നല്ല ശുചം, ആന്തരിക ബാഹ്യമായിട്ടുള്ള ശുചിത്വം ഉണ്ടാവുക. വളരെ ആർജവത്തോടു കൂടി, വളരെ ലളിതമായിട്ട്, വളരെ എന്താ പറയണ്ട, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും ലളിതമായിട്ടും. ബ്രഹ്മചര്യം അഹിംസ ച, ബ്രഹ്മചര്യത്തോടു കൂടിയും അഹിംസയോടുകൂടി, യാതൊരു ഹിംസയില്ല അതിൽ, വളരെ സമാധാനത്തോടു കൂടിയിട്ടുള്ള ആ ജീവിതചര്യയെ തപസ് എന്ന് പറയുന്നു. പറഞ്ഞാൽ പൂജനീയരായവരെ കാണുമ്പോൾ അവരെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ആദരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പൂവിട്ട് നമ്മളിപ്പോൾ സഞ്ചിയിൽ പൂവും കൊണ്ട് നടന്നിട്ട് എല്ലാവരും കാണുന്നത് നേരെ നമുക്ക് മുകളിൽ കൂടെ പൂവിടാൻ സാധ്യമല്ല അല്ലേ? അപ്പം നമ്മൾ അവരെ ആദരിക്കുക. പൂജനീയരല്ല ഒരു വ്യക്തി, പൂജനീയനല്ലെങ്കിലും അവരെ ആദരിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അവരെ നമ്മൾ അപമാനിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ശാരീരികമായ തപസ്സിനെയാണ് ഇവിടെ പറയണത്. അത് ദേവന്മാരെ, ഭഗവാനെ, അതുമാതിരി പൂജനീയരായിട്ടുള്ള വ്യക്തികളെ, ബ്രാഹ്മണരെ, ഗുരുവിനെ, അവരെയൊക്കെ ആദരിക്കുക. ആന്തരിക ബാഹ്യമായ ശുചിത്വം ഉണ്ടാവുക, ലളിതമായ സ്വഭാവം, ലാളിത്യം, തൻ്റെ പെരുമാറ്റത്തിൽ വളരെ ലളിതമായിട്ട് വയ്ക്കുക. ബ്രഹ്മചര്യം അഹിംസ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? വിവാഹം കഴിക്കാണ്ടിരിക്കലല്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ നിഷ്ഠ. ബ്രഹ്മചാരി ആരാണ്? ഏകപത്നി വ്രതമായവരും ബ്രഹ്മചാരിയാണത്രേ. അങ്ങനെ പറയണത്. വളരെ തൻ്റെ ഉൽപാദനത്തിന് വേണ്ടി മാത്രം തൻ്റെ ഭാര്യയെ സമീപിക്കുന്ന ഒരു വ്യക്തി എന്ന അദ്ദേഹം ബ്രഹ്മചാരികളാണ്. എത്രയോ വലിയ വലിയ ഋഷികളും മുനികളും ഉണ്ട് അല്ലേ? അപ്പം അവരൊക്കെ ബ്രഹ്മചാരികളാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള പിന്നെ അഹിംസ, മനസാ വാച കർമ്മണ, ആരെയും ഹിംസിക്കാണ്ടിരിക്കുക, ആരെയും ദ്രോഹിക്കാണ്ടിരിക്കുക. ഇത് തപസ്സാണ് എന്ന് ഭഗവാൻ പറയാണ്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയ സ്വാധ്യായാഭ്യസനം ചെയ്വ വാങ്മയം തപ ഉച്യതേ. അനുദ്വേഗകരം, അന്യർക്ക് മനസ്സിനോ ശരീരത്തിനോ ഒരു പേടി ഉണ്ടാവാതെ അല്ലേ? ശരീരം കൊണ്ടാവുമ്പോൾ ശരീരത്തിന് പേടുണ്ടാവും. ഇവിടെ വാചികമായിട്ടുള്ള തപസ്സിനെ പറയണം. അപ്പോൾ ഒരാളുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ഒരാൾക്ക് മനസ്സിന് ഒരു പീഡ ഉണ്ടാക്കരുത്. അപ്പോൾ ചിലപ്പോൾ പറയണത് കേട്ടിട്ട് നല്ല വാക്കാവും പറയുക, പക്ഷേ കേൾക്കുന്ന ആൾക്കത് വളരെ പീഡ ഉണ്ടാക്കണ വാക്കാവും അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ പറയാം, പക്ഷെ പറഞ്ഞ ആ സ്റ്റൈല് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതാവും. അപ്പം അങ്ങനെ ചെയ്യരുത്. അന്യർക്ക് മനസ്സിന് ഒരു പീഡ ഉണ്ടാക്കാത്തതും സത്യമായിട്ടുള്ളതും, സത്യമായിട്ട് പറയുക, വളച്ചുകെട്ടുകളൊന്നും ഇല്ലാണ്ട്. പിന്നെ ഹിതമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രിയമായിട്ടുള്ളതും ഹിതമായിട്ടുള്ളതും. ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കണവർക്ക് പ്രിയകരവുമാവണം, അവരുടെ ഹിതവുമാവണം, അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കാൻ നല്ലത്. യത് വാക്യം തത് ച, ഏതൊരു വാക്കുണ്ടോ അത് സ്വാധ്യായാഭ്യസനം ഏവച, അത് വേദശാസ്ത്രത്തിന് അനുസരിച്ചിട്ടുമാണ്. വാങ്മയം തപ ഉച്യതേ, അത് വാക് സംബന്ധമായ തപസ് എന്ന് പറയപ്പെടുന്നു. ശാസ്ത്രങ്ങളിലും പറയും സത്യം ബ്രൂയാൻ പ്രിയം ബ്രൂയാൻ ന ബ്രൂയാൻ സത്യം അപ്രിയം പ്രിയം ച അസത്യം ന ബ്രുവേ ഏഷ ധർമ്മ സനാതന. നമ്മൾ സത്യം ബ്രൂവാൻ, സത്യം പറയാം, പ്രിയം പറയാം. ന ബ്രൂയാൻ സത്യം അപ്രിയം, അപ്രിയമായിട്ടുള്ള ഒരു സത്യം പറയാതിരിക്കുക. കേൾക്കണവർക്ക് അത് മനസ്സിന് ദുഃഖമുണ്ടാക്കണത് ആയിട്ടുള്ള ഇത് നമുക്കറിയാം. മഹാഭാരതത്തിൽ അല്ലേ, നമ്മുടെ ഭാഗവത്തിൽ നമ്മൾ വായിക്കാറുണ്ട്.
ആ വിതുരർ എല്ലാ യുദ്ധമൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ സമയത്ത് വിതുരർ പുറത്ത് പോയിരിക്കുകയായിരുന്നു, തീർത്ഥാടനത്തിന് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു അല്ലേ, ആ ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും എല്ലായിടത്തും സംസാരിച്ചു, എല്ലാ കാര്യങ്ങളെയും പറ്റി സംസാരിച്ചു. പക്ഷേ ഭഗവാൻ പാണ്ഡവരായിരുന്നു അന്ന് അവിടെ അല്ലേ, ആ പാണ്ഡവരോട് ഭഗവാൻ സ്വധാമത്തിലേക്ക് യാത്രയായി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. കാരണം ഉദ്ധവർ പറഞ്ഞിരുന്നു ഭഗവാൻ സ്വധാമത്തിലേക്ക് യാത്രയായിരുന്നു. പക്ഷെ പാണ്ഡവരുടെ അടുത്ത് ആ കാര്യം ഒളിച്ചു വെച്ചു, പറഞ്ഞില്ലേ. സത്യമായിട്ടുള്ളൊരു ഒരു കാര്യമാണ്, പക്ഷെ പറഞ്ഞില്ലേ. എന്തിനാ അത്? അന്നത് കേട്ടാൽ പാണ്ഡവരുടെ മനസ്സ് ആകെ ചഞ്ചലമാവും, വളരെ അവർ ദുഃഖിക്കും. അപ്പം അവിടെ പാണ്ഡവരിൽ അർജുനൻ മാത്രമല്ലേ, അർജുനൻ വന്നിട്ട് സത്യാവസ്ഥ പറഞ്ഞോട്ടെ, അല്ലാണ്ട് ഞാൻ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വിഷമിപ്പിക്കണത് ശരിയല്ല എന്നാൽ ആ വിതുര അത്രയും വലിയ വിവേകിയായിരുന്നു, ജ്ഞാനിയായിരുന്നു. അപ്പം അത് കാരണം സത്യമായ കാര്യമാവണം, കേൾക്കുന്നവർക്കൊരു പ്രയോജനകരമായ ഒരു കാര്യമാവണം, മനഃപ്രയാസം ഉണ്ടാക്കരുത്. ആ കേൾക്കുന്നവർക്ക് അത് കേട്ടിട്ട് മനസ്സിനൊരു പ്രയാസം ഉണ്ടാവരുത്, അവരുടെ ഹിതകരമായതാവണം. അവർക്ക് ആ സംഭാഷണം കേട്ടാൽ അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവണം. അങ്ങനെയുള്ള ആ സംസാരവും പിന്നെ പതിവായിട്ട് ശാസ്ത്രങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ ഉച്ചരിക്കുക, അല്ലെങ്കിൽ അതിനെയൊക്കെ സ്വാധ്യായം ചെയ്യുക. ഇത് വാങ്മയമായിട്ടുള്ള തപസ്സാണ് എന്നാണ് ഭഗവാൻ പറയണത്. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോമാനസമുച്യതേ. മനഃപ്രസാദ സൗമ്യത്വം, മനസ്സിന് പ്രസാദം. പ്രസാദം എന്ന് പറഞ്ഞാൽ പ്രസന്നത, മനഃപ്രസാദം. അപ്പം ആ മനസ്സിന് സമാധാനം കിട്ടുന്നത്, അല്ലെങ്കിൽ സൗമ്യമായിട്ടുള്ളത്, മൃദുലമായിട്ടുള്ള പെരുമാറ്റം. അതിനെ മൗനം, കഴിയുന്നതും മൗനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ പറയുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, പറയാണ്ടിരിക്കാൻ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അപ്പോൾ മാനസികമായിട്ടുള്ള തപസ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ മനസ്സിന് എപ്പോഴും പ്രസന്നത വയ്ക്കുക, തൻ്റെ മനസ്സിന് മറ്റുള്ളവരുടെ മനസ്സിനും പ്രസാദം കൊടുക്കുക, സ്വയവും മനസ്സിന് സമാധാനത്തിലിരിക്കുക. പിന്നെ എല്ലാവരോടും സൗമ്യമായിട്ടുള്ള പെരുമാറ്റം, പിന്നെ മൗനമായിട്ടിരിക്കുക. ആത്മവിനിഗ്രഹ, ആത്മസംയമനം, ആ മനസ്സിനെ സമാധാനമാക്കി വയ്ക്കുക. തൻ്റെ വേറൊരു വ്യക്തി തന്നോട് കുറച്ച് പരുഷമായിട്ട് പെരുമാറിയാൽ തന്നെ തൻ്റെ ആത്മനിയന്ത്രണത്തിൽ നിൽക്കുക, മനസ്സിനെ ചഞ്ചലമാക്കാണ്ടിരിക്കുക. ഭാവസംശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വിചാരങ്ങളെ, ഭാവങ്ങളെ ശുദ്ധമാക്കി വയ്ക്കുക, അതിനെ കലുഷമാക്കാണ്ടിരിക്കുക. ദേഷ്യമൊന്നും വരാതിരിക്കുക. പിന്നെ സ്വഭാവശുദ്ധി, ആ ഭാവസംശുദ്ധിയായ സ്വഭാവശുദ്ധിയായി തന്നെ. ഇതി ഏതത് മാനസം തപ ഉച്യതേ. ഇത്തരം ആ കാര്യങ്ങളെ മാനസമായ തപസ്, മാനസികമായ തപസ് എന്ന് പറയപ്പെടുന്നു. അപ്പം എല്ലാറ്റിലും സംതൃപ്തി. മനഃപ്രസാദം വന്നാൽ മനസ്സിന് ഒരു ചാഞ്ചല്യമോ അല്ലെങ്കിൽ ഒരു അതൃപ്തിയോ ഇല്ലാണ്ട് എപ്പോഴും സംതൃപ്തമായ അവസ്ഥയിലിരിക്കുക, സൗമ്യതയിലിരിക്കുക, മൗനം പാലിക്കുക. മൗനം എന്ന് പറഞ്ഞാൽ വായോണ്ട് ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കൽ മാത്രമല്ല, മനസ്സെന്നെ മൗനമായിട്ടിരിക്കുക, മനസ്സിൽ അനാവശ്യ ചിന്തകളെ വരാണ്ടിരിക്കുക. പിന്നെ സ്വഭാവശുദ്ധി എന്നിവ മാനസികമായ തപസ്സിൽ ഉൾപ്പെടുന്നു. നമുക്ക് ഇന്ദ്രിയ ഭോഗങ്ങളിലുള്ള വിരക്തിയാണ് മാനസികമായിട്ടുള്ള തപസ്. എല്ലാറ്റിലേക്കും മനസ്സാണല്ലോ ആ ഇന്ദ്രിയങ്ങളെ അതിലേക്ക് ഓടിക്കുക അല്ലേ. ഇത് കാണണം, എനിക്കത് കേൾക്കണം, ഇത് രുചിക്കണം, അതിനുള്ള ആ ഒരു ചാഞ്ചല്യമില്ലാണ്ട് മനസ്സ് സംയമനത്തിലിരിക്കുക. അതാണ് വിരക്തി. അന്യർക്ക് നന്മ ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്യർക്ക് വേണ്ടി എന്ത് നന്മ എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് ചിന്തിക്കുക. അല്ലാണ്ട് എങ്ങനെ മനുഷ്യനെ അന്യനെ ദ്രോഹിക്കാം, ഇത് ഏറ്റവും വലിയ പാപമാവും. ഏറ്റവും വലിയ പുണ്യമാണ് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, അവർക്ക് നന്മ ചെയ്യാൻ എന്ത് സാധിക്കും, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചിന്തിക്കുക. പിന്നെ ലാഘവമായിട്ട് അല്ലെങ്കിൽ ബാലിശമായിട്ടുള്ള ചിന്തനം ചെയ്യാണ്ടിരിക്കുക. ബാലിശമായിട്ടുള്ള ചിന്തനങ്ങൾ, ബാലിശമായിട്ടുള്ള സംഭാഷണങ്ങൾ ഇവ ഒഴിവാക്കുക. അപ്പം മാനസികമായിട്ടുള്ളതും വാചികമായിട്ടുള്ളതും ഒരു വലിയ ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പം അങ്ങനെ ആ പുണ്യം നേടാൻ സാധിക്കും.
10 തരം പുണ്യങ്ങളെ പറ്റിയിട്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. 10 തരം പുണ്യങ്ങൾ. അപ്പം ശരീരം കൊണ്ടുള്ള 4 പുണ്യങ്ങളുണ്ട്. ശരീരം കൊണ്ടുള്ള എന്താ പുണ്യങ്ങൾ? ഒന്ന് ദാനം, ദാനം കൊടുക്കുക, പിന്നെ അഭയദാനം കൊടുക്കുക, പിന്നെ സേവ ചെയ്യുക, സേവ ചെയ്യുക, രക്ഷിക്കുക, അവനവൻ്റെ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സേവ ചെയ്യുക. ഇനി നാവുകൊണ്ടുള്ള പുണ്യം, സത്യം പറയുക, പിന്നെ ശാസ്ത്ര പുരാണങ്ങളെ പറ്റി പഠനം ചെയ്യുക അഥവാ സ്വാധ്യായം ചെയ്യുക. അവിശ്വാസികളായിട്ടുള്ളവരും പിന്നെ വിഡ്ഢികളായിട്ടുള്ളവരും അവിശ്വാസികളാണ്, അവർക്ക് ഈശ്വരനിലോ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ നന്മകളിലോ ഒന്നിലും അവർക്ക് വിശ്വാസമില്ല. അവരെപ്പോൾ നോക്കിയാലും നെഗറ്റീവായിട്ടുള്ള വർത്തമാനം മാത്രമേ പറയുള്ളൂ. അവർ അത്തരക്കാർ വിഡ്ഢികളാണെന്നാണ് പറയണത്. അവരെ ചെന്നിട്ട് ഉപദേശിക്കാണ്ടിരിക്കും. നമ്മൾ അവരെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അവരവരുടെ ചിന്താഗതിയിൽ നിന്ന് വിടാൻ പോണില്ല. പിന്നെ മൃദുവായിട്ട് സംസാരിക്കുക. ഇതൊക്കെയാണ് ആ നാവുകൊണ്ട് അല്ലെങ്കിൽ വാചികമായിട്ടുള്ള പുണ്യങ്ങൾ. അപ്പം മനസ്സുകൊണ്ടുള്ള പുണ്യം എന്തൊക്കെയാണ്? ദയ, മനസ്സിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദയ വയ്ക്കുക. അവരോട് അസൂയയോ അവരോട് ദ്വേഷമോ ഒന്നും വിചാരിക്കാൻ ആരോടും, എല്ലാ ജീവജാലങ്ങളോടും ദയ തോന്നുക. പിന്നെ ലോഭം ത്യജിക്കുക. ഒന്നിനും ലോഭം പാടില്ല. ഇത് വേണം അത് വേണം എന്നുള്ള ലോഭത്തിനെ ത്യജിക്കുക. പിന്നെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ, ഭഗവാനിലും അതുമാതിരി ഭഗവാന്റെ ഭക്തന്മാരിലും ഒക്കെ വിശ്വാസം, ശ്രദ്ധ. ഇതൊക്കെയാണ് മാനസികമായിട്ടുള്ള പുണ്യങ്ങൾ. ഇത്തരത്തിൽ ആദ്യത്തെ 3 ഇന്നത്തെ 2 പിന്നെ 4 3 അങ്ങനെ 10 പുണ്യങ്ങൾ പുണ്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇത്ര പറഞ്ഞു മാത്രം. ഓം നമോ ഭഗവതേ വാസുദേവ.